الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായമായ സൂറ അൽ അൻആം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അൻആമിലെ 120 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 121 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഅകുലൂ മിമ്മാ ذكر اسم الله عليه وإنه لفسق وإن الشياطين ليوحون إليهم ليجادلوكم وإن أطعتموهم إنكم لمشركون. أوما كان ميتا فأحييناه وجعلنا له يمشي به في الناس كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون. അല്ലാഹു സുബ്ഹാനഹു വതആല സുപ്രധാനമായ ഒരു ശരീഅത്ത് നിയമമാണ് നമുക്ക് മുമ്പിൽ ഈ സൂക്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. ആ വിഷയം നേരത്തെ ആരംഭിച്ചിരുന്നു. 118 മുതൽ നാം ശ്രദ്ധിച്ചു വരുന്നു. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആണ് നിങ്ങൾ ജീവികളെ അറുക്കേണ്ടത്. അങ്ങനെ അല്ലാതെ അറുക്കുന്നത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് 118 പറഞ്ഞിരുന്നു. 119 അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കപ്പെട്ടത് ആഹരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്ന് ചോദിച്ചു. അതിനൊരു പ്രത്യേക പശ്ചാത്തലം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. എന്തായിരുന്നു? അന്ന് യഹൂദരുടെ ഒക്കെ പ്രേരണയാൽ മക്കയിലെ ബഹുദൈവവാദികൾ സത്യവിശ്വാസികളോട് ചോദിച്ചൊരു ചോദ്യമാണ്. യഥാർത്ഥത്തില് നിങ്ങൾ അറുക്കുന്നത്, നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ ഒരു മൃഗത്തിന്റെ ജീവൻ കളയാണ്. അതേസമയം സ്വാഭാവികമായി മരിക്കുന്നതോ അള്ളാഹുവാണ് അതിൻ്റെ ജീവൻ കളയുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നു സ്വാഭാവികമായി മരിച്ചു പോകുന്നതിനെ കഴിക്കാൻ പാടില്ല, അതിൻ്റെ ശവം കഴിക്കരുത് എന്ന് പറയുന്നു. നിങ്ങളുടെ കൈകൊണ്ട് അറുത്തത് കഴിക്കാമെന്ന് പറയുന്നു. അതിലെന്ത് ന്യായമാണുള്ളത്? യഥാർത്ഥത്തിൽ മരിച്ചു പോകുന്നതിൻ്റെ ജീവൻ അള്ളാഹുവാണ് എടുത്തത്, അറുക്കുന്നതിൻ്റെ ജീവൻ നിങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ജീവൻ എടുത്ത ജീവിയാണോ കഴിക്കാൻ യഥാർത്ഥത്തിൽ യോഗ്യം? അതല്ല അള്ളാഹു ജീവൻ എടുത്തതാണോ? നിങ്ങൾ അള്ളാഹുവേക്കാളും വലിയ ആൾക്കാരായിരിക്കാണോ എന്നാണ് അവരുടെ ചോദ്യം. ശരിക്കും കുഴക്കുന്ന ചോദ്യമാണ്. പെട്ടെന്ന് കേട്ടു നോക്കിയാല് അതിലെന്തോ യുക്തി ഉള്ളത് പോലെ തോന്നും. ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞല്ലോ, ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിഷിദ്ധമായത് എന്തൊക്കെയാണ് എന്ന് പറയുന്ന കൂട്ടത്തില് എന്തൊക്കെയാ പറഞ്ഞത്?
ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ്, രക്തം നിഷിദ്ധമാണ്, പന്നിമാംസം നിഷിദ്ധമാണ്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് നിഷിദ്ധമാണ്. അപ്പൊ ശവം കഴിച്ചുകൂടെ? ശവത്തിന്റെ ജീവൻ അള്ളാഹുവല്ലേ എടുത്തത് എന്നായിരുന്നു അവരുടെ ചോദ്യം. അപ്പൊ ശുദ്ധ പ്രകൃതിയുള്ള ഇസ്ലാം അതിൻ്റെ ഏറ്റവും സവിശേഷമായ കാഴ്ചപ്പാടുകളിൽ ഒന്ന് അതിൻ്റെ വിശുദ്ധിയാണ്. ഏത് കാര്യത്തിലും സ്വീകരിക്കുന്ന ഏറ്റവും ശുദ്ധമായ തലമാണ് അത്. അകം ശുദ്ധമാകണം, പുറം ശുദ്ധമാകണം. അങ്ങനെ വരുമ്പോൾ ഭക്ഷ്യവിഭവം ശുദ്ധമായിരിക്കണം എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടാണ്. അതാണ് ഇവിടെ അള്ളാഹു വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി 121 കടക്കാം. അള്ളാഹു വീണ്ടും പറയാം, വലാ തഅ്കുലു, നിങ്ങൾ ഭക്ഷിക്കരുത്, മിമ്മ ഇൽ നിന്ന്, ലം യുദ്കർ, സ്മരിക്കപ്പെടാത്തത്, ഇസ്മുല്ലാഹ്, അള്ളാഹുവിന്റെ നാമം, അലൈഹി, അതിന്മേൽ, ആ മൃഗത്തിന്മേൽ, അഥവാ അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെടാത്ത മാംസം നിങ്ങൾ ആഹരിച്ചുകൂടാ. ഇന്നഹു ലഫിസ്ഖ്, അത് കുറ്റകരം തന്നെയാണ്. ഫിസ്ഖ് അധർമ്മമാണ്, കുറ്റകരമാണ്. വ ഇന്ന ശയാത്തീൻ, എന്നിട്ട് പറയാണ് അള്ളാഹു തആല, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെടാത്തത് ഭക്ഷിക്കാം, അതാണ് ഭക്ഷിക്കേണ്ടത്, ചത്തുപോയതിനെ കഴിക്കാം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വ ഇന്ന ശയാത്തീൻ, നിശ്ചയം പിശാചുക്കൾ, ലയൂഹൂന ഇല ഔലിയാഇഹിം, ഔഹാ യൂഹി, തോന്നിപ്പിച്ചു, വഹയി നൽകി എന്നുള്ള ആശയം അതിനുണ്ട്, പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന ദിവ്യ സന്ദേശം എന്ന അർത്ഥത്തില്. പക്ഷെ ഇവിടെ പിശാചിലേക്ക് ചേർത്താണ് പറയുന്നത്, ലയൂഹൂന ഇല ഔലിയാഇഹിം വ ഇന്ന ശയാത്തീന ലയൂഹൂന ഇല ഔലിയാഇഹിം, നിശ്ചയം പിശാചുക്കൾ, ചെകുത്താന്മാർ അവരുടെ മിത്രങ്ങളെ ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് തോന്നിപ്പിക്കുകയാണ്, പലതരം സംശയങ്ങളും ആശങ്കകളും അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ്. വ ഇന്ന ശയാത്തീന ലയൂഹൂന ഇല ഔലിയാഇഹിം ലിയുജാദിലൂക്കും, എന്തിനാണ് ഇങ്ങനെ? ലിയുജാദിലൂക്കും, അവർ നിങ്ങളോട് തർക്കിക്കുന്നതിന് വേണ്ടിയിട്ട്. ജാദല യുജാദിലു, തർക്കിച്ചു. യുജാദിലു, അവർ തർക്കിക്കാൻ വേണ്ടിക്കും നിങ്ങളോട്. ആര്? ഈ മക്കയിലെ ബഹുദൈവവാദികൾ അഥവാ പിശാചിനെ പിന്തുടരുന്ന ആൾക്കാര് താങ്കളോട് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിശ്വാസികളോട് തർക്കിക്കാൻ വേണ്ടിയാണ് ഈ പിശാചുക്കൾ ഇങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ ദുർബോധനം ചെയ്യുന്നത്. വ ഇൻ അതാഅ്തുമൂഹും, ഒടുവിൽ അല്ലാഹു ഒരു താക്കീത് നൽകുന്നുണ്ട്. വ ഇൻ, ആണെങ്കിൽ, അതാഅ്തും, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ഹും, അവരെ, അതാഅ യുത്തിഉ, അനുസരിച്ചു. വ ഇൻ അതാഅ്തുമൂഹും, നിങ്ങൾ അവരെ അനുസരിക്കുകയാണെങ്കിൽ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലമുശ്രികൂൻ, നിങ്ങൾ ആരാകും? ബഹുദൈവ വിശ്വാസികൾ തന്നെയാകുന്നു. അല്ലാഹു തആല ഖണ്ഡിതമായിട്ട് പറയാൻ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതേ കഴിക്കാൻ പാടുള്ളൂ എന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഇസ്ലാമിക സമൂഹത്തോട് മാത്രം പറയുന്നതല്ല, അവർക്കത് ബോധ്യപ്പെട്ടിരിക്കും. പക്ഷേ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് ബഹുദൈവവാദികളായി മാറിയ ആളുകളോടാണ് ഇവിടെ പ്രത്യേകം ഉണർത്തുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ. അള്ളാഹുവാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ ജീവിത വ്യവസ്ഥയാണ് നിങ്ങളെ ഇക്കാര്യം ഉണർത്തുന്നത്, നിങ്ങളങ്ങനെ ചെയ്യരുത്. അത് വിശ്വാസപരമായിട്ട് ശരിയല്ല. കാരണം എന്താണ്? ഈ ജീവികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തി നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ രൂപത്തിൽ രൂപപ്പെടുത്തിയത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാനാണ് പറയുന്നത്, അല്ലേ? നേരത്തെ നമ്മൾ അത് വിശകലനം ചെയ്തിട്ടുണ്ട്. പൊതുവെ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ബലിയുടെ രീതിയുണ്ട്. അത് ആർക്കാണ് അവർ സമർപ്പിക്കുക? അള്ളാഹുവിനല്ല, മറ്റു പല കുലദൈവങ്ങൾക്കുമാണ് അവരുടെ പേരിൽ നേർച്ചയാക്കി അങ്ങനെ അവരുടെ പേരിൽ അറുത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോഴേ അള്ളാഹു ഇടപെടുന്നത്. എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങണം. ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ
ജീവിതത്തിലെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും എന്നാണ്. കാരണം ഈ ജീവനും ജീവിതവും നൽകിയത് അള്ളാഹുവാണ് എന്നതുകൊണ്ടാണ്. അതിനാൽ ഈ വിഷയത്തിൽ നിങ്ങൾ ആ ജാഗ്രത പാലിക്കണം, നിലപാടുകൾ ഉണ്ടായിരിക്കണം എന്നാ ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യത്യസ്ത ചിന്താധാരകൾ അഥവാ ഇസ്ലാമിക കർമ്മശാസ്ത്ര മദ്ഹബുകൾ ഉണ്ടല്ലോ, വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ നാമത്തിൽ കശാപ്പ് ചെയ്യപ്പെടാത്ത മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്നത് ഖണ്ഡിതമായൊരു നിയമമാണ്. അതേസമയത്ത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവനാമം ഉച്ചരിക്കാതെ, അത് മനഃപൂർവമാകട്ടെ അജ്ഞത കൊണ്ടാവട്ടെ മറന്നുകൊണ്ടാവട്ടെ, ഒരാൾ മനഃപൂർവ്വം ഞാൻ ദൈവനാമം ഉച്ചരിക്കില്ല എന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരമില്ല, അതുമല്ലെങ്കിൽ മറന്നുപോയി അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ, അങ്ങനെ ഒരാൾ അറുത്ത മാംസം ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണ് എന്നാണ് ഇമാം മാലിക്കിന്റെയും ഇമാം അഹ്മദിന്റെയും വീക്ഷണം. വളരെ വ്യക്തതയുള്ള വീക്ഷണമാണ്. എങ്ങനെ പറയുന്നത്? മനഃപൂർവ്വം ഒരാൾ ഉച്ചരിച്ചില്ല, അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി, അതുമല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട്, എങ്ങനെയാണ് ഈ നാമം ഉച്ചരിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഒരാള് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ തന്നെ അറുത്തു എങ്കില് അത് ഭക്ഷിക്കൽ നിഷിദ്ധമാണ് എന്നാണ് ഇമാം അഹ്മദും ഇമാം മാലിക്കും ഉണർത്തുന്നത്. അതേ സമയത്ത് മനഃപൂർവ്വം ദൈവനാമം ഉച്ചരിക്കാതെ അറുത്തത് നിഷിദ്ധമാണ്, എന്നാൽ മറന്നുപോയത് മൂലം ദൈവനാമം ഉച്ചരിക്കാതെ അറുത്തത് അനുവദനീയമാണ് എന്നാണ് ഹനഫികളുടെ നിലപാട്. ബോധപൂർവം ഉച്ചരിച്ചില്ലെങ്കിൽ നിഷിദ്ധമാണ്, അയാൾക്ക് എന്തോ താല്പര്യമുണ്ട്. ഒരാൾ മറന്നുപോയി, അങ്ങനെ സംഭവിക്കാമല്ലോ. എപ്പോഴും ഈ അറുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കും അത് ഓർമ്മ, അല്ലെ? അങ്ങനെ അറുക്കാത്ത ഒരാള് പെട്ടെന്ന് കോഴിയെ പിടിച്ച് അറുക്കാൻ, അപ്പൊ ആ വെപ്രാളത്തിനിടയിൽ അയാൾ അതങ്ങ് മറന്നുപോയി. അങ്ങനെ മറന്നുപോയാലോ? അങ്ങനെ മറന്നുപോയാൽ അത് ഭക്ഷിക്കൽ അനുവദനീയമാണ് എന്നാണ് ഹനഫികളുടെ നിലപാട്. എന്താ കാരണം? അയാളുടെ മനസ്സിൽ ദൈവബോധമുണ്ട്, ഈമാനുണ്ട്, അതുകൊണ്ട് സാങ്കേതികമായി ഉച്ചരിച്ചില്ലെങ്കിലും അത് കഴിക്കാം, കാരണം അയാൾ സത്യവിശ്വാസിയാണ് എന്ന നിലപാടാണ് അതിൽ വരുന്നത്. ഇനി അറുത്ത ആള് ഊമയാണ് എന്ന് കരുതാം. അറുക്കുമ്പോൾ ദൈവനാമം ഉച്ചരിക്കാതിരിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ് അയാൾ ഉച്ചരിക്കാതിരുന്നത് എന്ന് കരുതാം. അങ്ങനെയൊക്കെ ആണെങ്കിലോ അപ്പോഴും മാംസം അനുവദനീയാകും. ഒരാൾ ഊമയാണ്, വേറെ ആരും ഉണ്ടായില്ല, അപ്പൊ അദ്ദേഹത്തിന് അറുത്ത് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥയില് അങ്ങനെ ഊമയായ ഒരാള് അറുത്താൽ അത് ഭക്ഷിക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരാള് ദൈവനാമം ഉച്ചരിക്കരുത് എന്നതില് നിർബന്ധിക്കപ്പെടുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹലാല് വിവാദം ഉണ്ടായല്ലോ, ഹലാൽ ബോർഡ് എഴുതി വെച്ചെടുത്ത് മാംസം വാങ്ങാൻ പാടില്ല, അത്തരം ഹോട്ടലിൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ബോധപൂർവം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതങ്ങ് വ്യാപിച്ച് ഹലാലായിട്ട് അറുക്കുന്ന കടകളൊക്കെ പൂട്ടിച്ച് അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, എന്നിട്ട് നിർബന്ധിക്കുകയാണ്, അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ട് അറുക്കാൻ പാടില്ല, അങ്ങനെ അറുത്താൽ നിന്നെ ഞങ്ങൾ അറുക്കും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ ഉച്ചരിക്കാതിരിക്കാം, അപ്പോഴും അനുവദനീയമാണ്. അങ്ങനെ അറുക്കപ്പെടുന്നതും അനുവദനീയമാണ്, കാരണം അയാളുടെ മനസ്സിൽ ഈമാനുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇമാം ഷാഫി റഹ്മഹുള്ളയുടെ വീക്ഷണത്തില് അറുത്ത ആൾ മുസ്ലിം ആണെങ്കിൽ അയാൾ മനഃപൂർവമായാലും മറന്നിട്ടായാലും ദൈവനാമം ഉച്ചരിച്ചില്ലെങ്കിൽ ആ അറുത്ത മാംസം അനുവദനീയമാണ്. വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഇമാമുമാര് പ്രകടിപ്പിക്കുന്നത്. എങ്ങനെ പറഞ്ഞത്? മനഃപൂർവമായാലും മറന്നിട്ടായാലും ദൈവനാമം ഉച്ചരിക്കാതെ അറുത്ത മാംസം ഭക്ഷിക്കൽ അനുവദനീയാണ്. അതിനെന്താ ന്യായം? അൽ മാഇദ 3-ാമത്തെ ആയത്തില് നമ്മൾ പഠിച്ചപ്പോ അവിടെ ഒരു വാചകമുണ്ട്. എന്താണ്? ഇല്ലാ മാ ദക്കൈത്തും എന്നാണത്. നിഷിദ്ധ മാംസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭക്ഷിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ.
പലതരത്തിലുള്ള മൃഗങ്ങളെ കുറിച്ച് പറയുന്നില്ലേ? ശ്വാസം മുട്ടിച്ചത്തത്, മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തത്, തമ്മിൽ കുത്തിച്ചത്തത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇല്ലാമതക്കൈത്തും എന്നൊരു വാക്കുണ്ട്, നിങ്ങൾ അറുത്തത് ഒഴികെ. എന്താ അവിടെ ഉദ്ദേശം? അതാണ് അവരുടെ ന്യായം. എങ്ങനെ? ഒരാള് മുസ്ലിം ആണെങ്കിൽ അയാൾ ഇനി മനഃപൂർവ്വം തന്നെ ബിസ്മി ഉച്ചരിച്ചില്ല, അല്ലെങ്കിൽ മറന്നുപോയി, എങ്ങനെയെങ്കിലും കഴിക്കാം എന്നാണ് അവരുടെ ന്യായം. അവിടെ ദൈവനാമം ഉച്ചരിക്കുന്നത് സംബന്ധിച്ച് പറയുന്നില്ല. ഇല്ലാമതക്കൈത്തും, വിശ്വാസികളെ നിങ്ങൾ അർത്ഥം മതി എന്നാണ്. അപ്പൊ നിങ്ങൾ അറുത്തത് നിങ്ങൾക്ക് ഭക്ഷിക്കാം, കാരണം നിങ്ങൾ ദൈവവിശ്വാസമുള്ളവരാണ്. ഇപ്പൊ സാങ്കേതികമായിട്ട് നാവിലൂടെ ബിസ്മി ഉച്ചരിച്ചില്ല, ഉച്ചരിക്കാൻ മറന്നുപോയി എന്നതൊന്നും അവിടെ വിഷയമല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു കാഴ്ചപ്പാടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൂക്തത്തില് ദൈവനാമം ഉച്ചരിക്കപ്പെടാത്ത മാംസം ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കരുത് എന്ന് മാത്രമാണ് എന്നാണ് ഒരു വ്യാഖ്യാനം പറയുന്നത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഉച്ചരിക്കപ്പെട്ടത് കഴിക്കരുത്. അതേ സമയത്ത് ഒരാൾ വിശ്വാസിയായിരിക്കെ ദൈവനാമം ഉച്ചരിച്ചില്ലെങ്കിലും അത് കഴിക്കാം, കാരണം അയാളുടെ മനസ്സിൽ ഈമാനുണ്ട് എന്നാണ് അതിനെ വ്യാഖ്യാനിച്ചു പറയുന്നത്. ഇതൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും എന്നുള്ളതാണ്. ഇങ്ങനെ പലതരം നിലപാടുകൾ. ഇപ്പോ ചിലപ്പോ മറ്റു ഭക്ഷണങ്ങളൊന്നും ഇല്ല, മാംസാഹാരം മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ദൈവനാമം ഉച്ചരിക്കപ്പെട്ടതാണോ എന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോ സ്വയം ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന നിലപാടുള്ളവരുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് വളരെ വിശാലമാണ്. ഇവിടെയും കുടുങ്ങിപ്പോകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു മനസ്സിലേക്കാണ് നോക്കുന്നത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവിടെയൊക്കെ സൂക്ഷ്മത എന്താണ്? പച്ചക്കറി ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ മതി, അങ്ങനെ ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മുന്നോട്ട് പോകരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സംശയമുള്ളതിനെ സംശയമില്ലാത്തതിലേക്ക് വിടുക. അപ്പൊ സംശയകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അതിനാൽ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ? ബോധപൂർവം ഇങ്ങനെ സംഭവിച്ചാല് അതെന്താകും? അത് ഫിസ്കായിട്ട് മാറും എന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, കുറ്റകരമായി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് കഴിക്കാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് കഴിക്കരുത്. അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾ അറുക്കുമ്പോൾ സാങ്കേതികമായിട്ട് നാമം ചൊല്ലാൻ വിട്ടുപോയാൽ അതിൻ്റെ പേരിൽ കഴിക്കാതിരിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നഹു ലഫിസ്ഖ്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടാൽ അത് ധിക്കാരപരമാണ്, പാപകരമാണ്, കുറ്റകരമാണ് എന്ന് വളരെ ശക്തമായിട്ടാണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. അവിടെ ഉദ്ദേശിക്കുന്നത് മിമ്മ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെടാത്തത് കഴിക്കൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എന്നിട്ട് അള്ളാഹു ചേർത്ത് പറയുന്ന എന്താണ്? ഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലുക്കും, പിശാചുക്കൾ തങ്ങളുടെ കൂട്ടാളികളുടെ മനസ്സിൽ ചിലത് തോന്നിപ്പിക്കുകയാണ്. ലിയുജാദിലുക്കും, നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ പലതും തോന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞ ആ തർക്ക പ്രശ്നം ഉണ്ടല്ലോ, അള്ളാഹു ജീവൻ എടുത്തത് കഴിക്കാൻ പാടില്ല, നിങ്ങൾ ജീവൻ എടുത്തത് കഴിക്കാം, ഇതെന്ത് ന്യായമാണ്? നിങ്ങൾ അള്ളാഹുവേക്കാളും മുകളിലാണോ എന്നൊക്കെ അവര് ചോദ്യം ഉന്നയിച്ച സന്ദർഭമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതാണ് തുടർന്ന് പറഞ്ഞത്. എന്നിട്ട് ഒടുവിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണ്? വഇൻ അതഅതുമൂഹും ഇന്നകും ലമുശ്രികൂൻ, നിങ്ങൾ അവരെ, ബഹുദൈവവാദികളെ അനുസരിച്ചാൽ, വഇൻ എങ്കിൽ, അതഅതും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ഹും അവരെ, ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്ന ആൾക്കാരെ അനുസരിച്ചാൽ, ഇന്നകും ലമുശ്രികൂൻ, നിങ്ങളാണ് ബഹുദൈവവാദികൾ.
അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? സാധാരണ നമ്മൾ ബഹുദൈവവാദി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പില് പൂജാ വഴിപാടുകൾ നടത്തുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അങ്ങനെയൊക്കെയാണല്ലോ മുശ്രിക്ക് എന്ന് പറയാം, അല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞത് കണ്ടോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷ്യ നിയമവുമായി ബന്ധപ്പെട്ടാണ്. അള്ളാഹു താല അവതരിപ്പിച്ച ഭക്ഷ്യ നിയമം ആർ ലംഘിക്കുന്നുവോ അയാൾ മുശ്രിക്കാണ്. അപ്പൊ ഇതെന്ത് ശിർക്കാണ്? ഇത് വേറൊരു തരം ശിർക്കാണല്ലോ. അങ്ങനെ ഒരു ശിർക്ക് ഉണ്ടോ എന്നൊരു പക്ഷെ നമ്മൾ ആലോചിച്ചു പോകും, അല്ലെ? ആരാധനാപരമായ ശിർക്കിനപ്പുറത്ത് ഭക്ഷ്യ നിയമത്തിലേക്കും ശിർക്ക് കടന്നു വരുന്നു. അപ്പൊ ശിർക്ക് എന്ന് പറയുന്നത് ആരാധനാ മേഖലയിൽ അള്ളാഹുവിന് മറ്റുള്ളവരെ പങ്കാളിയാക്കുക എന്നിടത്ത് പരിമിതമല്ല. പിന്നെയോ അള്ളാഹു നിശ്ചയിച്ച നിയമവിധികളിൽ മാറ്റം വരുത്തുക, കൃത്രിമം വരുത്തുക, അതിൽ മറ്റുള്ളവരെ പങ്കാളിയാക്കുക, അവരവർക്ക് തോന്നും പോലെ ആ നിയമത്തെ അട്ടിമറിക്കുക, ഇതൊക്കെ ശിർക്കാണ്. അപ്പൊ ശിർക്ക് എന്നത് ആരാധനാപരം മാത്രമല്ല, നിയമപരമായ ശിർക്ക്. അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമത്തെ സ്വന്തം താല്പര്യമനുസരിച്ച് വളച്ചൊടിക്കുക, ദുരുപയോഗം ചെയ്യുക എന്നത് ശിർക്കാണ്. സമുദായത്തിൽ തന്നെ പലപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഇത്. ഇങ്ങനെ ഒരു ശിർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെ? അപ്പൊ അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുമ്പോൾ അവനവന് തോന്നുന്ന രൂപത്തിൽ ചെലവഴിച്ചാൽ എന്താകും? അതിലൊരു ശിർക്കുണ്ട്. കാരണം സമ്പത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഒരു നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമത്തിനപ്പുറം സ്വയം നിയമം ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവിന് തുല്യമായ പദവിയിൽ നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റു വല്ലവരെയും പ്രതിഷ്ഠിക്കുന്നു. അത് ശിർക്കല്ലേ? പൊതുവെ ആരാധന ശിർക്ക് മാത്രമാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുക, അല്ലെ? സൂറ ഫുസ്സിലത്തില് ഹാമീം സജദയില് 6-7 ആയത്തുകളില് പ്രത്യേകം പറയുന്നൊരു വിഷയമുണ്ട്. അള്ളാഹു ഫവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവവാദികൾക്ക് നാശം. അപ്പൊ നമ്മുടെ മനസ്സിലെ വിഗ്രഹാരാധകരായ ഒരു പാരമ്പര്യ ബഹുദൈവ ശൈലിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വരും. പക്ഷെ അള്ളാഹു പിന്നെ എന്താ പറയുന്നതെന്നറിയോ? അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സക്കാത്ത് നൽകാത്ത മുശ്രിക്ക്, ഒരുപാട് ചിന്തിക്കേണ്ട ഒരു പ്രയോഗമാണ്. അങ്ങനെ ഒരു മുശ്രിക്ക് ഉണ്ടാവോ? അയാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സക്കാത്ത് നൽകുന്നില്ല. അള്ളാഹു താല അയാളെയാണ് അവിടെ മുശ്രിക്ക് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്? അള്ളാഹു സമ്പത്തുമായി ബന്ധപ്പെട്ടൊരു നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്വയം ഉപയോഗിക്കാം, അതുപോലെ തന്നെ അതിനെ ഹലാലായ വഴിയിൽ അതിനെ വികസിപ്പിക്കാം. അതേ സമയത്ത് ഒരു പരിധിക്കപ്പുറം സമ്പത്ത് വളരുമ്പോൾ അവകാശികൾക്ക് അത് കൊടുക്കണം. 2.5% മുതൽ ചിലപ്പോൾ 20% വരെ ഖണ്ഡിതമായ നിയമമാണ്. ഈ നിയമം ഒരാൾ ലംഘിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്തായി? അയാളിൽ ശിർക്കുണ്ടായി. കാരണം സാമ്പത്തിക വിഷയത്തില് അള്ളാഹു പറയുന്നതല്ല, ഞാൻ തീരുമാനിക്കുന്നതാണ് എനിക്ക് നിയമം എന്നൊരാൾ പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇലാഹാക്കി മാറ്റാണ് ആ വിഷയത്തില്, അല്ലേ? അത് ശിർക്കാണ്. അപ്പൊ ശിർക്കിന് പലതരത്തിൽ ഖുർആൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആരാധനാപരം മാത്രമല്ല, ഇവിടെ ഭക്ഷ്യ നിയമവുമായി ബന്ധപ്പെട്ടാണ് ഇന്നക്കും ല മുശ്രിക്കൂൻ, നിശ്ചയം നിങ്ങൾ ബഹുദൈവവാദികളാണ്. എങ്ങനെ വരുമ്പോ? അള്ളാഹുവിന്റെ നിയമത്തെ വിട്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ജീവികളെ അറുക്കാൻ സന്നദ്ധമാകാതെ സ്വയം തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് അള്ളാഹു ഖണ്ഡിതമായിട്ട് പറയാണ്. ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമാണ് വിഷയം, വളരെ ഗൗരവമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനമാണ് ആ വിഷയം. ഇതേപോലെ തന്നെയാണ് ആളുകൾ അള്ളാഹു അല്ലാത്തവരുടെ പേരില് നേർച്ചയാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുക. മുസ്ലിം സമുദായത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കുന്നില്ലേ? മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചയാക്കി. അപ്പൊ അത് കഴിക്കാൻ പറ്റോ? അപ്പൊ ചിലരതിന് വാദിക്കുന്നത് നേർച്ച മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലാണെങ്കിലും അറുത്തത് അള്ളാഹുവിന്റെ പേരിലായാൽ പോരെ എന്നാണ്. അങ്ങനെ പറ്റോ? സാങ്കേതികമായിട്ട് പറയുമ്പോൾ അറുത്തത് അള്ളാഹുവിന്റെ നാമത്തിലാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ.
ഒരാൾക്ക് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രീതി നേടാൻ, അയാളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ, കാര്യം സാധിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അങ്ങനെ നേർച്ചയാക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയ ഒരാള് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരാളുടെ പേരിൽ നേർച്ചയാക്കാൻ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഗുരുതരമായ പാതകമല്ലേ? അള്ളാഹുവിന്റെ പേരിലല്ലേ നേർച്ച പാടുള്ളൂ എന്ന ഒരു ചർച്ച അവിടെ വരുന്നുണ്ട് അല്ലെ? വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ സമുദായം പലപ്പോഴും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ വല്ലാതെ വഴിതെറ്റി പോകുന്നുണ്ട് എന്നത് ഭയപ്പാടോടെ കാണേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി 122 ആയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറാ وجعلنا له يمشي به في الناس كمن مثل في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യശൈലിയിലാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. അവമൻ കാന മൈത്തൻ, ആ ആണോ, വമൻ അപ്പോ ഒരാള്, കാന മൈത്തൻ അയാൾ എന്തായി? മൈത്തായി അഥവാ ശവമായി അല്ലെങ്കിൽ നിർജീവാവസ്ഥയിലായി. മൈത്ത് എന്ന വാക്കിന് ശവം എന്നും ജീവനില്ലാത്ത അവസ്ഥ എന്നും മരിച്ചുപോയ അവസ്ഥ എന്നൊക്കെ പറയാം. മൈത്തത്ത് എന്നാണല്ലോ നമ്മൾ മറ്റിടങ്ങളിൽ ശവം എന്ന അർത്ഥത്തിൽ പഠിക്കുന്നത്. അവമൻകാന മൈത്തൻ, അപ്പൊ ഒരാള് നിർജീവാവസ്ഥയിലായി, എന്നിട്ടോ ഫഅഹ്യൈനാഹു, അഹ്യ ജീവിപ്പിച്ചു, ജീവൻ നൽകി. ഫഅഹ്യൈന അപ്പൊ നാം ജീവൻ നൽകി, ഹു അയാൾക്ക്, വജഅൽനാ ലഹു എന്നിട്ട് നാം അയാൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു, നൂറൻ ഒരു വെളിച്ചം ഏർപ്പെടുത്തി കൊടുത്തു. എന്നിട്ടോ യംഷി മഷായംഷി അയാൾ സഞ്ചരിക്കുകയാണ്, അയാൾ നടക്കുന്നു, ബിഹി അതും കൊണ്ട്, അഥവാ ആ വെളിച്ചത്തിലൂടെ അയാള് സഞ്ചരിക്കുകയാണ്. എവിടെ? ഫിന്നാസ് ജനങ്ങൾക്കിടയിൽ ആ വെളിച്ചവുമായിട്ട് അയാൾ മുന്നോട്ട് പോകുന്നു. കമ്മൻ ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ പോലെ ആകുമോ? ഇതാണ് ചോദ്യം. മറ്റേയാൾ ആരാണ്? കമ്മൻ മസലുഹു അവന്റെ ഉദാഹരണം, ഫിദ്ദുലുമാത്ത് അന്ധകാരങ്ങളിൽ, ഇരുട്ടുകളിൽ അകപ്പെട്ടു പോയ ആളെ പോലെയാണ്. ലൈസ അല്ല, ബിഖാരിജിൻ മിൻഹ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരാളെ പോലെ ആകുമോ എന്നാണ് ചോദ്യം. കദാലിക് ഇതുപോലെ സുയ്യിന അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീൻ സത്യനിഷേധികൾക്ക്, മാക്കാനു യഅമലൂൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ലളിതമായ ഒരു ഉദാഹരണമാണ് അല്ലാഹു ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അയാള് മരണപ്പെട്ടു പോയി, എന്നിട്ട് അല്ലാഹു തആല അയാൾക്ക് ജീവൻ നൽകി. എന്നിട്ടോ അയാളുടെ കൂടെ ഒരു പ്രത്യേക വെളിച്ചത്തെ ഏർപ്പാടാക്കി കൊടുത്തു. ആ വെളിച്ചത്തിലൂടെ അയാൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാളെ സങ്കല്പിക്കാം. ഇയാളും അതേ സമയത്ത് പുറത്തു കടക്കാൻ കഴിയാത്ത വിധം ഇരുട്ടിൽ അകപ്പെട്ടു പോയ ആളും, രണ്ടുപേരും തുല്യരാകുമോ എന്നാണ് ചോദ്യം. പ്രസക്തമായ ചോദ്യമാണ് അല്ലേ? ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും മനുഷ്യര് സ്വന്തം കർമ്മങ്ങളില് സത്യനിഷേധികളായ ആളുകൾ അവരുടെ കർമ്മങ്ങളെ അലങ്കാരമാക്കി മാറ്റുന്നത് എന്നും ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഉപമയിലെ രണ്ട് വിഭാഗം ആളുകൾ ആരായിരിക്കും? ഒരാള് മരിച്ചുപോയി, എന്നിട്ട് അല്ലാഹു തആല അയാളെ എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് അയാൾക്ക് ജനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോകാൻ ആവശ്യമായ വെളിച്ചവും നൽകി എന്നാ പറഞ്ഞത്. ശരിക്കും ഇവിടെ മരിച്ച ആളെ എഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ
അത് ആ അക്ഷരാർത്ഥത്തിൽ മരിച്ചുപോയ ആളെ എഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. സൂറത്തുൽ ബഖറയിലെ സത്യാന്വേഷിയായ ഒരു സഞ്ചാരിയുടെ കഥ നമ്മൾ പഠിച്ചതല്ലേ? 100 വർഷം അള്ളാഹു അയാളെ ഉറക്കിക്കിടത്തിയിട്ട് എഴുന്നേൽപ്പിച്ച സംഭവം. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് അല്ലെ? നാളെ പരലോകത്ത് വീണ്ടും അത് സംഭവിക്കും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിച്ചതിന് ശേഷം ജീവൻ നൽകി എന്നിട്ട് വെളിച്ചം നൽകി എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ മരിച്ചതെന്ന് ചോദിച്ചാല് സ്വന്തം ബുദ്ധിയെ, ചിന്തയെ, തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ ശരിക്കും ഇസ്ലാമിക വീക്ഷണത്തിൽ മരിച്ചുപോയ ആളാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ അയാള് മൃഗതുല്യനാണെന്ന് പറയേണ്ടി വരും. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം അയാൾ തൻ്റെ ചിന്തയെ ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ലത് അന്വേഷിച്ച് അതിൽ ഏറ്റവും നല്ലത് തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ് ഈ ഉപമയുടെ ഉദ്ദേശം. ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കയില് ഇസ്ലാമിന് മുമ്പുള്ള സാഹചര്യം ആലോചിച്ച് നോക്കും. എന്താണ്? അന്ധകാര നിബിഡമായ അന്തരീക്ഷമാണ്, അല്ലെ? അവര് സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ അവർ മരിച്ചവരാണ്. ലോകത്ത് ഒരു ചരിത്രവും നന്മയുടേതായ ഒരു പാഠവും അവശേഷിപ്പിക്കാതെ ഒരു സമൂഹം മരിച്ചു പോയാല് അവർ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു നന്മ ചെയ്താലല്ലേ അവരുടെ പേര് ചരിത്രത്തില് നല്ല നിലയ്ക്ക് രേഖപ്പെടുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ മരിച്ചുപോയ ഒരാള് അല്ലെങ്കിൽ ഒരു സമൂഹം, അള്ളാഹു തആല അവരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാലോ അള്ളാഹു അവരുടെ ചിന്തയെ തൊട്ടുണർത്തി എന്നാണ് ഉദ്ദേശം. നമുക്ക് പല ചിന്തകൾ, ഐഡിയകൾ മനസ്സിൽ വരുമ്പോൾ പുതിയൊരു ജീവൻ വന്ന പോലെ തോന്നൂല്ലേ? ആ, പിടികിട്ടി എന്ന് പറഞ്ഞ് നമ്മള് പിന്നെ ഏതെങ്കിലും ഒരു വിഷയത്തില് ഒരുപാട് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തും. പുതിയൊരു വെളിച്ചം, വലിയൊരു പ്രതീക്ഷ നമുക്ക് കിട്ടും. എന്ന പോലെ അള്ളാഹു അയാൾക്ക് ജീവൻ നൽകി എന്ന് പറയുമ്പോൾ അയാൾ പുതിയ ചിന്തയിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും വളരുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു അയാൾക്കൊരു പ്രത്യേക വെളിച്ചം കൊടുത്തു. ജനങ്ങൾക്കിടയിൽ, സമൂഹത്തില് സഞ്ചരിക്കുവാൻ, മുന്നോട്ട് പോകാൻ ആവശ്യമായ വെളിച്ചവും കൊടുത്തു. അപ്പൊ അതെന്തായിരിക്കും? അത് ഇസ്ലാമാകുന്ന വെളിച്ചമാണ്, ഖുർആനാകുന്ന വെളിച്ചമാണ്, സത്യവിശ്വാസമാകുന്ന വെളിച്ചമാണ്. അങ്ങനെ ഒരു വെളിച്ചം അയാളുടെ മനസ്സിലേക്ക് കടന്നു. സൂറത്തുൽ ബഖറയില് ആദ്യ ഉപമകളിൽ ഓർക്കുന്നില്ലേ? മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ, തീ കത്തിച്ച ഒരാളുടെ ഉപമ പോലെയാണ് അവരുടെ ഉപമ, അല്ലെ? അങ്ങനെ തീ കത്തിച്ചപ്പോ ചുറ്റുപാടും വെളിച്ചം പരന്നു. ആ തീ കത്തിച്ചത് ആരായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ സന്മാർഗത്തിന്റെ, ഖുർആനിന്റെ, ഇസ്ലാമിന്റെ വെളിച്ചത്തിനാണ് തിരി കൊളുത്തിയത്. ഇവിടെയും അത് തന്നെ മനസ്സിലാക്കാൻ, ചരിത്രപരമായിട്ട് അന്നത്തെ സാഹചര്യത്തില് ഈ വെളിച്ചം കൊളുത്തിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അല്ലെ? വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ആ വെളിച്ചം പല ഹൃദയങ്ങളും ഏറ്റുവാങ്ങി. അങ്ങനെ അവരുടെ ഹൃദയങ്ങളും ഇതേപോലെ തന്നെ ആ വെളിച്ചത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് മാറി എന്നാ പറയുന്നത്. അതേസമയം മറ്റൊരാള് ആരാണ്? കമൻ മസലുഹു ഫിദ്ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ അകപ്പെട്ടു പോയ ഒരാള്. അയാളെ പോലെ ആകുമോ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്ന ആള്? ലൈസ ബിഖാരിജി മിൻഹ, ആ ഇരുട്ടിന്റെ അകത്ത് അകപ്പെട്ടിട്ട് പുറത്തു കടക്കാൻ കഴിയാത്ത അവസ്ഥ. സൂറത്തു നൂറില് നാം മനസ്സിലാക്കിയിട്ടില്ലേ? ഈ കടലിന്റെ ആഴങ്ങളിൽ ഉള്ള ഇരുട്ട്. എന്നിട്ടോ അയാൾ സ്വന്തം കയ്യിലേക്ക് നോക്കുമ്പോൾ കൈ കാണാൻ കഴിയാത്ത വിധത്തില്, സ്വന്തത്തെ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഇരുട്ടെന്ന് ആലോചിച്ച് നോക്കൂ. കൂരിരുട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ദുലുമാത്തിൻ ഫൗഖ ദുലുമാത്ത്, ഇരുട്ടുകൾക്കുമേൽ ഇരുട്ടുകൾ എന്ന അവസ്ഥ. ഇങ്ങനെ ഒരാൾ പെട്ടുപോയി. കാരണം എന്താണ്? വിശ്വാസപരമായ വൈകല്യം സംഭവിച്ചു, കർമ്മപരമായിട്ട് അബദ്ധങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ പലതരം ഇരുട്ടുകളില് ശിർക്കിന്റെയും കുഫറിന്റെയും അന്ധമായ അനുകരണങ്ങളുടെയും ഇരുട്ടറകളിൽ അകപ്പെട്ടു പോയി. അപ്പൊ ഇവർ രണ്ടാളും ഒരുപോലെ ആകുമോ? ആരാണ് ഈ രണ്ടാള് എന്ന വിഷയത്തില്
ചർച്ചകൾ നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ആരൊക്കെയാണിത്? ചരിത്രത്തിൽ 2 പേരുണ്ട്. ഒരേ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കാൻ അവസരം കിട്ടിയ 2 പേര്. ഒരാൾ ഇങ്ങനെയായി, മറ്റൊരാൾ അങ്ങനെയായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലേ, ഈ സത്യത്തിന്റെ വെളിച്ചം നെഞ്ചേറ്റിയല്ലോ. അങ്ങനെ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ഈ മഹത്തരമായ സന്മാർഗത്തിന്റെ വെളിച്ചവുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അതേ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സത്യസന്ദേശം അറിയാൻ അവസരം കിട്ടിയ ആളാണ് അബൂ ജഹൽ. അയാൾ എന്തായി? അയാള് ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹ, അല്ലേ, കമൻ മസലുഹു ഫിദ്ദുലുമാത് ലൈസ ബിഖാരിജിൻ മിൻഹ, പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇരുട്ടിലകപ്പെട്ടു. അതുകൊണ്ടാണ് പ്രകാശ ഗോപുരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഈ സത്യസന്ദേശവുമായി തിളങ്ങി വിളങ്ങി നിൽക്കുമ്പോഴും അതിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കാൻ കഴിയാത്ത ഹതഭാഗ്യനായിട്ട് അബൂ ജഹൽ മാറിപ്പോയത്, അല്ലേ? എന്തൊരു ദുരന്തമാണ്! ഇങ്ങനെ ചരിത്രകാരന്മാര് ഇത്തരത്തില് ആളുകളെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ നമുക്ക് ഉപമയില് ആ വെളിച്ചം സ്വീകരിച്ച ആൾ ഉമർ റളിയല്ലാഹു അൻഹു ആയിട്ടും ഇരുട്ടിലകപ്പെട്ട ആള് അബൂ ജഹലായിട്ടും മനസ്സിലാക്കാം. മറ്റൊരു നിവേദനത്തില് വെളിച്ചത്തിലേക്ക് വന്നത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്, ഇരുട്ടിലകപ്പെട്ടത് അബൂ ജഹലാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സത്യത്തിലേക്ക് കടന്നു വന്ന പലരുണ്ട്, അല്ലെ? യാസിർ റളിയല്ലാഹു അൻഹു ആണ് ഇത് എന്ന് പറയുന്നു. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആണ്. അതേ സമയത്ത് മറുവശത്ത് എപ്പോഴും അബൂ ജഹലാണ്. നിർഭാഗ്യവാൻ. ആലോചിച്ച് നോക്കൂ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അങ്ങനെ തന്നെ ഒരു ജന്മം പാഴായിപ്പോയ അവസ്ഥയിലുള്ള ആളായിരുന്നു അയാൾ എന്ന് പറയുന്നുണ്ട്. ചില വ്യാഖ്യാതാക്കൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ്? മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് വെളിച്ചം നൽകി എന്ന് പറയുമ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർത്ത് പറയാൻ പറ്റുമോ? അതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത്, ഖുർആൻ തന്നെ വവജദക ളാല്ലൻ ഫഹദ എന്ന് അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? താങ്കളെ അവൻ വഴി അറിയാത്തവനായി കണ്ടു. ആ വഴിയറിയാത്ത അവസ്ഥയാണ് മൃതാവസ്ഥ, നിർജീവമായ അവസ്ഥ. അവിടെ നിന്ന് അല്ലാഹു തആല ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഹിദായത്തും നുബൂവത്തും നൽകി, അല്ലേ? അപ്പൊ ആ മഹാവെളിച്ചത്തില് അവിടുന്ന് കുളിച്ചു നിന്നു എന്നതാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തില് എല്ലാവരിലേക്കും ചേർത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വ്യാഖ്യാനമാണ്. നമ്മുടെ സമൂഹത്തിലും അങ്ങനെ കാണാം. നമ്മുടെ ബന്ധുമിത്രാദികളിൽ, കൂട്ടുകാരിൽ ഒക്കെ ഉണ്ടാവും ഇതുപോലെ. ഒന്നിച്ച് കളിച്ച് നടന്നവരാണ്, സഹപാഠികളാണ്. പക്ഷേ ചിലർക്ക് മാത്രം ഈ വെളിച്ചത്തോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നു, ചിലർക്കത് കഴിയാതെ പോകുന്നു എന്നതാണ്. അപ്പൊ ഈ ഒരു മാറ്റം വളരെ പ്രധാനമാണ്. അപ്പൊ അത് ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അബദ്ധങ്ങളിൽ ചെന്നപ്പെട്ട് ഈ അവിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, ബഹുദൈവ വിശ്വാസത്തിന്റെ, കാപട്യങ്ങളുടെ ഒക്കെ ഇരുട്ടറകളിൽ ചെന്നുപെടാനിടയുണ്ട് എന്നാണ് ഈ സൂക്തങ്ങൾ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനങ്ങളെ യഥാവിധി അറിഞ്ഞ് ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചവനെ, സത്യത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പാരമ്പര്യങ്ങളെയും മാമൂലുകളെയും ശീലങ്ങളെയും പിന്തുടരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥ. കൃത്യമായിട്ട് സത്യം സത്യമായി തിരിച്ചറിയുവാൻ, അതിനെ പിന്തുടരുവാൻ, അസത്യത്തെ അസത്യമായി തിരിച്ചറിയുവാൻ, അതിൽ നിന്ന് പിന്മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് പഠന വഴിയിലാണ്, അവരുടെ പഠന മാർഗങ്ങളെ നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. മക്കളിൽ പലരും ജോലി തേടുന്നവരാണ്, ഹലാലായ ഉപജീവന മാർഗങ്ങൾ നൽകണേ നാഥ. മക്കൾക്ക് വിവാഹപ്രായമെത്തിയവർക്ക് നല്ല സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇണകൾക്ക് സൽസന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ നാഥ.
വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാതെ പോയ മക്കളുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാം സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കണേ റബ്ബേ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ നാഥ. മനസ്സിന് സമാധാനം നൽകണേ റബ്ബേ. കടബാധ്യതകളിൽ നിന്നും മുക്തി നൽകണേ നാഥ. സാമൂഹികമായ അസ്വസ്ഥതകളും സംഘർഷാവസ്ഥകളിൽ നിന്നും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നീതിയും സത്യവും പുലരുന്ന, സമാധാനവും സ്നേഹവും പകരുന്ന നല്ല ഒരു ഭരണകൂടത്തെ നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ദുആഅന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.